റിട്ടേൺ ഒക്കെ വരുമെന്ന് ആഗ്രഹിച്ചിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിട്ടേൺസ് ഇപ്പോൾ വരുന്നുണ്ടാവാം. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. ആ സമയത്തൊക്കെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ഡ്രൈവ് അങ്ങനെയാണ്. അത് പാട്ടുകൾ ചെയ്യണം, ഇങ്ങനെ ആവണം, അതുപോലത്തെ പാട്ടുകൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ത്വരയിലത് മുഴുവൻ ചെയ്തു പോയത്. പക്ഷേ ഡൗൺ ദ ലൈൻ അതിപ്പോൾ എനിക്കൊരു എന്താ പറയേണ്ടത്, അതിൽ നിന്ന് തിരക്കേടില്ലാത്ത ഒരു വരുമാനവും പ്ലസ് എൻ്റെ കോൺസേർട്സിന് പ്രേക്ഷകർ വന്ന് ആ പാട്ടുകൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ പിന്നെ ഫസ്റ്റ് വി ഷുഡ് താങ്ക് സോഷ്യൽ മീഡിയ ഫോർ ഓൾ ദിസ് തിങ്. മനസ്സിലായി, ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇത്രയും ഒരു ബൂം വന്ന് ഇൻ്റർനെറ്റ് ബൂം വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഒത്തിരി പ്രേക്ഷകരിലേക്ക് എത്തിയതല്ല. യൂട്യൂബ് എന്ന് പറയുന്നൊരു സംഭവമാണ് ചിലപ്പം ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ നമ്മൾ ഒരു പ്രേക്ഷകരിലേക്ക് നമ്മുടെ ആർട്ട് പ്രസൻറ്റ് ചെയ്യാനൊരു മീഡിയം വന്നത് അല്ലേ. പണ്ട് ചാനൽസ് ചിലപ്പോൾ പണ്ടൊക്കെ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും പിന്നെ സിനിമകളും മാത്രമാണ് മീഡിയം. ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ, നമുക്ക് ഒത്തിരി മീഡിയമുണ്ട്, ഒത്തിരി ചാനൽസ് ഉണ്ട്. അപ്പോൾ കാലം അതിന് വലിയൊരു ഫാക്ടർ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്.